ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസ്റ്റോറൻറ്റിൽ വെച്ച് റോസി ഷിയാമിക്കായി ഓർഡർ ചെയ്ത കേക്ക് വെയിറ്റർ കൊണ്ടുകൊടുക്കുന്ന സീനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? കേക്ക് അവൾ വാങ്ങാതെ അവിടുന്നും എഴുന്നേറ്റ് പോയി പുറത്തെത്തുമ്പോൾ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് കോൾ വരും. അപ്പോഴേക്കും റോസിയും വന്ന് അവളെ നിർബന്ധിച്ച് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ അച്ഛന് ചെറിയൊരു ഗ്യാസ് ട്രബിൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും റോസിയോട് നന്ദി പറയും. അവൻ അവരെ വീട്ടിലും കൊണ്ടാക്കും. ഷിയാമിയുടെ അച്ഛൻ അവനു വേണ്ടി ഉറക്കമൊഴിച്ച് രാത്രി ഉണ്ടാക്കിയ നോട്ട്സൊക്കെ കാണിച്ചു കൊടുക്കും. അവനെങ്ങാനും ലേറ്റായി കോളേജിൽ ചേർന്നാൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവളതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അവൻ കാരണമാണ് മഴ അവൾക്കൊരു ട്രോമ ആയതെന്ന് അവനോട് പറയുമ്പോൾ പെട്ടെന്ന് അവൻ ഇനിയൊരിക്കലും ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറയും. അവൻ പുറത്തിറങ്ങി പോകുമ്പോൾ വീണ്ടും മഴ പെയ്യും. ഷിയാമി കുടയെടുത്ത് അവൻ്റെ പിന്നാലെ പോയി ആ മഴയത്ത് നിന്ന് കരയുമ്പോൾ റോസി വന്ന് ഹഗ് ചെയ്യും. റോസി കാരണമല്ല മഴയെ പേടിയെന്നൊക്കെ പറഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് പോകും. ഇതേ സമയം യുവാൻ്റെ അടുത്ത് റോദിയർ പോയി അവനെ ഹഗ്ഗൊക്കെ ചെയ്ത് മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിറ്റേന്ന് പുറത്തിറങ്ങിയ ഷിയാമി റോസി തൻ്റെ പിറകിലുണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെയൊന്നും ഉണ്ടാകില്ല. അപ്പോഴാണ് റോസി തിരികെ പോവുകയാണെന്നും പറഞ്ഞ് ജുന്നി ഷിയാമിയെ വിളിക്കുന്നത്. ഉടനെ ഷിയാമി റോസിയുടെ വീട്ടിലെത്തുമ്പോൾ ജുന്നി അവൾക്കൊരു ബോക്സ് നൽകി. അതിൽ ഈ 10 വർഷത്തിനിടയ്ക്ക് ഷിയാമിയെ രഹസ്യമായി റോസി കാണാൻ വന്നപ്പോഴെടുത്ത ഫോട്ടോസ് ആയിരിക്കും. മഴ കൊണ്ട് പനി പിടിച്ച റോസി ഷിയാമിയുടെ ദേഹത്ത് വീഴുമ്പോൾ ആദ്യം അഭിനയമാണെന്നാണ് ഷിയാമി കരുതുക. എന്നാൽ പിന്നീട് സത്യം മനസ്സിലാക്കി അവനെ ബെഡിൽ കൊണ്ടു കിടത്തി. എന്തുകൊണ്ട് വരുമ്പോഴൊന്നും തന്നെ കണ്ടില്ലെന്ന് ഷിയാമി ചോദിക്കുന്നുണ്ട്. എന്നാൽ അന്ന് അവന് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ചികിത്സ കാരണം അവൻ്റെ പഠനം മുടങ്ങി. ആ വർഷം അവൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയില്ല. അടുത്ത വർഷം എഴുതി ഫിലിം അക്കാഡമിയിൽ ചേരാൻ അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്തു. അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ അവൻ ഷിയാമിയെ കാണാൻ പോയിരുന്നു. എന്നാൽ ഇനിയൊരിക്കലും റോസിയെ പോലൊരുത്തിനെ ഡേറ്റ് ചെയ്ത് വിഷമിക്കരുതെന്ന് അവളുടെ അച്ഛൻ ഉപദേശിക്കുന്നത് കേൾക്കുന്നതോടെ അവൻ അവളെ കാണാതെ അവിടെ നിന്നും പോകുന്നു. ആക്ടർ അവൻ പലതരത്തിലും അവൻ ശ്രമിച്ചു. അതിനിടയിൽ അവൻ്റെ ഫോണും നഷ്ടപ്പെട്ടു. പുതിയ ഫോൺ വാങ്ങാൻ പൈസ എടുക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഷിയാമിയും ജോലിക്കായി പോകുന്നതെങ്കിലും അവർ പരസ്പരം കാണുന്നില്ല. ഭാഗ്യവശാൽ സ്കൂളിൽ വെച്ച് അഭിനയിക്കാൻ അവസരം നൽകിയ ഡയറക്ടറിനെ കണ്ടുമുട്ടാനും വീണ്ടും അഭിനയിക്കാനും അവൻ ഒരിക്കൽ കൂടെ അവസരം ലഭിച്ചു. അതും ഷിയാമി എഴുതിയ സ്റ്റോറിക്ക്. സ്റ്റോറി വായിച്ചയുടൻ അവന് സന്തോഷമായി. താൻ ഷിയാമി എഴുതിയ സ്റ്റോറിക്ക് അഭിനയിക്കുമെന്നവൻ ചെയ്ത പ്രോമിസ് അങ്ങനെ സഫലമാകുന്നു. അവർ വീണ്ടും ഒന്നിച്ച് കറങ്ങാനൊക്കെ പോകുന്നു. പിറ്റേന്ന് ഡ്രാമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ഇനിയും ഷിയാമി എഴുതുന്ന കഥ ഒന്നിച്ച് ചെയ്യാമെന്ന് ഡയറക്ടർ പറയുന്നു. യുവാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഷിയാമിയും മൊത്തം ചെറുപ്പത്തിലെടുത്ത ഫോട്ടോ കൊണ്ട് അവൻ അവരുടെ അടുത്ത് വരുന്നു. ഫോട്ടോ കണ്ടപാടെ അവൾക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നു. റോദിയർ കോൾ അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ബ്രദർ ജയിൽ മോചിതനായി തന്നെയും ജർമ്മനിയിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഷിയാമിക്ക് ഫ്ലവേഴ്സ് കൊടുത്ത് റോസി അവളെ പ്രപ്പോസ് ചെയ്യുന്നു. പിറ്റേന്ന് അവർ ഡേറ്റിന് പോകുന്നു. ഏത് ഡ്രസ്സ് ഇടണമെന്ന കൺഫ്യൂഷനിലാണ് രണ്ടുപേരും. ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയെങ്കിലും ഒരു അമ്മൂമ്മയെ സഹായിക്കുന്നതിനിടയിൽ ഡ്രസ്സിൽ കളറായി. അവർ പുതിയ ഡ്രസ്സ് വാങ്ങി റോസി ഷിയാമിക്കായി ഒരുക്കിയ ക്യാമ്പിന് പോകുന്നു. അവിടെ വെച്ചവൻ അവൾക്കായി ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പണി പാളുന്നു. അതിനിടയ്ക്ക് മഴ പെയ്യുന്നതോടെ ഷിയാമി പേടിച്ചിരിക്കുന്നു. റോസി അവളെ കെട്ടിപ്പിടിച്ച് സ്പൂൺ കൊണ്ട് മഴയുടെ താളമുണ്ടാക്കി അവളുടെ പേടി മാറ്റുന്നു. എന്നിട്ട് അവർ മഴയത്ത് കളിക്കുന്നു. രാത്രി വൈകിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. അതിന് റോസി ഷിയാമിയോട് മാപ്പ് പറയുന്നു. എന്നിട്ട് അവർ കുറേ ഫോട്ടോസ് എടുക്കുന്നതിനിടയിൽ ജുനിയുടെ കോൾ റോസിക്ക് വരുന്നു. ഷിയാനോട് പിണങ്ങി വിളിക്കുന്നതാവുമെന്ന് പറഞ്ഞ് അവൻ ആ കോൾ എടുക്കാതിരുന്നെങ്കിലും ഷിയാമി നിർബന്ധിച്ച് അവനെ കൊണ്ട് ആ കോൾ എടുപ്പിക്കുന്നു. ഷിയായിനോട് പിണങ്ങിയിട്ടാവും അവൻ വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ജുൻഗി വന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയും വേണമെന്ന് പറയുമെങ്കിലും ഷിയാമി ഉണ്ടാക്കി കൊടുക്കുന്നത് റോസി തടയും. ഇവരുടെ സ്നേഹം ജുൻഗിക്ക് തീരെ പിടിക്കില്ല. രാത്രി അവൻ അവിടെ തന്നെ താമസിക്കുന്നതോടെ അവരുടെ ഡേറ്റ് കുളമായതിന് റോസി ഷിയാമിയോട് ക്ഷമ ചോദിക്കുന്നു. എങ്കിലും ഷിയാമിക്കൊരു സർപ്രൈസ് അവൻ ഒരുക്കിയിരുന്നു. സർപ്രൈസായൊരു മാരേജ് പ്രപ്പോസൽ അവൻ പ്ലാൻ ചെയ്തിരുന്നു.
അവൻ അവൾക്ക് ഒരു സ്റ്റാർ നെക്ലസ് ഗിഫ്റ്റ് ചെയ്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അവർ പരസ്പരം കിസ് ചെയ്യുന്നു. അവരുടെ ഡ്രാമ പുറത്തിറങ്ങുന്നത് ഫ്രണ്ട്സ് എല്ലാം സന്തോഷത്തോടെ ഇരുന്ന് കാണുന്നു. എല്ലാവരും അടിപൊളിയായി ജീവിക്കുന്നു. റോസിയും ഷിയാമിയും ഒന്നിച്ച് ജീവിക്കുന്ന കാര്യം ഉമ്മ വച്ച് പ്രോമിസ് ചെയ്യുന്ന സീനിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. നല്ലൊരു അടിപൊളി ഡ്രാമയായിരുന്നല്ലേ? ഒരു ഫീൽ ഗുഡ് ഡ്രാമ. എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഏത് ക്യാരക്ടറിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ഡ്രാമയായിട്ട് വരാം. അതിനു മുന്നേ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.